ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്കാറിന് വേണ്ടി പുതിയ ടാങ്ക് ഉണ്ടാക്കാണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്കാർ ഇപ്പോൾ കിടക്കുന്ന ടാങ്ക് ലീക്കായിട്ട് നല്ല പണിയായിട്ട് കിടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ PVC പൈപ്പിന് പുതിയ ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഓസ്കാറുകൾ ഈ സൈഡിലേക്ക് എടുക്കുന്നുണ്ട്, കണ്ട ഈ സൈഡിൽ ടാങ്കിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ സൈഡ് ഫുള്ളും കുളമായി കിടക്കൊണ്ട് അവിടെ കാണിക്കാത്ത കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പുതിയ ടാങ്ക് വെക്കാൻ പോകണം കേട്ടോ. കണ്ട ഈ സൈഡിൽ നമ്മുടെ പുതിയ ടാങ്ക് വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അവരെന്നോട് ചെയ്യണം, പോയി നോക്കിയിട്ട് വരാം. ഇതൊക്കെയാണ് നമ്മുടെ പൈപ്പ് പകുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചന്തിരി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ മീനുകളൊന്നും പോയി കണ്ടിട്ട് വരാം. ഇതാ നമ്മുടെ പ്ലാറ്റിൻ്റെ കുട്ടികളുടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഒരു അടിയിൽ പോയി എടുക്കാം. വട്ടോനിലേക്ക് എടുക്കുന്നുണ്ട്. ആളെ ഇപ്പോൾ കാണാനില്ല. ഒരു വട്ടോനെടുത്ത് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് 2 സീബ്രകളെ മേടിച്ചിട്ടാണ്. അതിലത്തെ നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു സീബ്ര എന്തോ ഒന്ന് ചത്തുപോയി, അറിയില്ല. നമ്മൾ പുതിയത് 2 പച്ച സീബ്രനെ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, പച്ച സീബ്രയാണ്. ഇവനെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൈറ്ററിന് കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫുൾ ബ്ലൂ, ഇതേ നമ്മുടെ ചില്ലി മുസേക്ക്. ഇവിടെ നമ്മുടെ ഏഞ്ചൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽ ഇതേ ഇപ്പം കാണിച്ചാലേ, ഒരു മിനിറ്റ്. ഇതേ ഏഞ്ചലിവിടെ കിടക്കുന്നുണ്ടോ. പണി കഴിഞ്ഞില്ല. ഇനി ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി ചില വീഡിയോ കാണാം കേട്ടോ. ഇവൻ്റെ ഗ്ലൂ ഒന്നും ഒട്ടിക്കറിയില്ല, അപ്പോൾ നമ്മൾ തന്നെ ഒട്ടിക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഇത്ര പണി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചന്തിരി പൈപ്പ് മുറിച്ചുകൊണ്ടിരിക്കട്ടോ. വേണ്ട, ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൈമ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് മുറിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണ് ഇത്. വേണ്ട, ഈ സാധനം ചന്തിരി മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഈ പൈപ്പൊക്കെ ഒന്ന് മുറിച്ചാലിട്ട് സാധനം റെഡിയാക്കി എടുക്കണം. ഇതിന് മുകളിൽ പാർട്ട് 2 വരട്ടാ. അത് പാർട്ട് 1 ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ലോങ് വീഡിയോ ആണ് സാധിക്കുന്നത്. നമ്മുടെ ആ ടാങ്കിലെ മീനൊക്കെ മാറ്റണതും ആ ടാങ്കിൽ ഷീറ്റൊക്കെ മാറ്റുന്നതൊക്കെ വരും. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് ഇടണം കേട്ടോ. അത് പാർട്ട് 1 ആണ്. ഇനിയുണ്ട്. അപ്പോൾ ഗൈസ് ഫുൾ ടാങ്ക് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഫുൾ ഭാഗില്ലേ നൂല് കെട്ടണം. അപ്പോൾ പിന്നെ ഷീറ്റ് എടുക്കില്ലേ, വെള്ളം ഇങ്ങനെ ഈ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചത്. ഇതിങ്ങനെയുണ്ട്. ഏകദേശം 5 ഫുട്ട് ഉണ്ടാവും ഈ ടാങ്കിന്. ഇനി ടുട്ടു സിലിണ്ടർ രണ്ടിലിട്ടുണ്ട്. ഞാൻ പൊട്ടാ കാട്ടിയേ ഗൈസ്, ഒരു സെക്കൻഡ് ഇട്ടാ. ആദ്യം ഫുള്ള് ശക്തിമാനെ ഒരു കൈ കൊണ്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ നൂലില് ഇതുകൊണ്ട് ഈ ഫുള്ള് സൈഡ് ഭാഗം ഫസ്റ്റ് ഈ കോർണറിൽ കെട്ടിട്ട് ഇതുപോലെ കെട്ടിട്ട് എല്ലാ ഭാഗം ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഒരു ലെയര് നടുവിലത്തെ ഭാഗം നൂല് കെട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡാണ് തുറക്കാൻ പോണ. ഈ ഭാഗം അടിയിലല്ലേ കെട്ടണം. എപ്പോൾ ഇവിടെ ഇവിടല്ലേ അടിഭാഗം? അപ്പോൾ അടിഭാഗമാണ് ഇനി അടുത്തത് കെട്ടാൻ പോണം. ഞാൻ നിങ്ങൾക്ക് എലീനെ കാണിച്ചു തരാം. അത് എല്ലാ കരിപിടി കത്തമാക്കിണ്ട്. ആ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പം എല്ലാ കരിപിടി ഇയാൾ കടിച്ചിട്ടില്ലേ, കണ്ടില്ലേ? അതെ, ഒരു കരിപിടി ബാക്കിയില്ല. അത് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് വ്യൂ, ഇതാണ് ബാക്കിലത്തെ പാടം. സീനല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഈ വീഡിയോ. ഇനി നിങ്ങൾക്ക് ഈ അടിഭാഗം കെട്ടിയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ആദ്യം ഇവിടുത്തെ ഫുള്ള് സെറ്റാക്കിക്കോളാം. ബാക്കിലത്തെ ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് എനിക്ക് ചെയ്യണം. എൻ്റെ വീടും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് അർജുൻ്റെ വീട്.
ദയവായിട്ട് വിടില്ലേ. ഇതെൻ്റെ ആ മതിൽ ചാടിയിട്ട വരാറ്. ക്ലിയറായിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ വേണ്ടിട്ട് കുഴപ്പമില്ലേ. ഇതേ ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇത് ബാക്ക് ഭാഗം വീടുണ്ട്. പിന്നെ ഇതാണിത്, ഇതായിട്ടുണ്ട്. ഇതുണ്ട് ഞാൻ ഈ മതിൽ ചാടിയിട്ടാണ് വരാറ്. നിങ്ങൾക്കില്ലേ ഈ ഭാഗമില്ലേ, ഇവിടെയാണ് നമ്മൾ ടാങ്ക് വയ്ക്കാൻ പോണേ കേട്ടില്ലേ. പിന്നെ ഈ ഷീറ്റിൽ ഇത് മാറ്റിയിട്ട് ഫുള്ള് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് ആ തുണികളെല്ലാം പാടത്തിൽ നിന്നിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേ കാഴ്ചപ്പോൾ അർജുൻ ഫ്ലാസ് കൊണ്ട് അവിടുന്ന് സ്ക്രൂ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഭാഗം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ടാങ്കും ഈ ടാങ്ക് മിക്സാവും. ഇവിടെ പുതിയ മീനുകൾ ഞങ്ങൾ വാങ്ങുന്നുണ്ട്, പുതിയ സ്റ്റോക്ക്. അപ്പോൾ ഈ ടാങ്കിലിടും. ഓസ്കാർ കണ്ടില്ലേ നിങ്ങൾ? ആ എല്ലാ മീനുകൾ ഇപ്പോൾ പുതിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലിടും. അപ്പോൾ അർജുന എന്താ മുകളിൽ കയറിയിരിക്കണോ? ഇവിടെ ചോപ്പ് ഉഴുമ്പ് ഉണ്ട്, അത് കാലിൽ കടിച്ചാലില്ലേ നല്ല സുഖം കിട്ടും. അപ്പോൾ ഇത് ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുള്ള് ഷീറ്റ് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ അടിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചെയ്യാൻ എന്തോരം പണികൾ അറിയോ നിങ്ങൾക്ക്? ഈ ഭാഗം ഫുള്ള് സെറ്റ് ആയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റൽ അതൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും. അയ്യോ, ഇനി ഈ സാറ്റർഡേ ഈ വുഡൻ പീസ് മാറ്റിയിട്ടില്ലേ, ഇവിടെ ഞങ്ങൾ കല്ല് വെക്കാൻ പോവുക. കല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും, പിന്നെ ഇവിടെ ഈ ഹോട്ടലിൽ വെക്കും. പിന്നെയാണ് ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് ടാങ്ക് വയ്ക്കുക. ഇപ്പോൾ അത് ഈ പൈപ്പ് അതൊക്കെ സെറ്റാക്കിയിട്ട് ചൂയൽ കൊണ്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് കഴുകി വയ്ക്കും. അപ്പോൾ ഇത് ഫുള്ള് കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതെന്ത് ഇന്ന് കൊണ്ടുപോകണോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ടാങ്ക് കണ്ടില്ലേ, ഇവിടെ ഭാഗം ആവണില്ലേ ചെറുതായിട്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഭാഗം ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ ഈ സാറ്റർഡേ സാറ്റർഡേ എംസിലുകൊണ്ട് സെറ്റാക്കിയിട്ട് സെറ്റാക്കാം. ബാക്കി ലെങ്ത് അതൊക്കെ സെറ്റാണ്. ഞങ്ങൾ ഫുള്ള് സെറ്റായിട്ട് ലെങ്ത് അതൊക്കെ നോക്കിയിട്ട് പൈപ്പുകൾ വാങ്ങിച്ചേ പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഈ സ്ഥലത്ത് എന്താ ചോയ്സ് ചെയ്ത് തരുമോ? ഇവിടെ ഒന്നാമത്തെ ആ ഓട്ട കണ്ടില്ലേ, അതുകൊണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കളയുമ്പോൾ ഡയറക്റ്റ് ഷീറ്റ് ഇങ്ങനെ മുകളിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം ഡയറക്റ്റ് പാടത്ത് പോകും. പിന്നെ വെള്ളം നഴിക്കാൻ ഇവിടെ പൈപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, പൈപ്പ് ഈ പൈപ്പ് വെച്ചിട്ട് വെള്ളം നഴിച്ചാൽ മതി. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ പ്ലേസ് ചൂസ് ചെയ്തത്. ബാക്കി ഞങ്ങൾ ആ ദിവസം ഏഞ്ചിലതൊക്കെ വാങ്ങിച്ചിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ നല്ല പക്ക ആക്റ്റീവ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം വിളിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് അർജുന അവിടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എംസിൽ വന്നിട്ട് എടുത്തിട്ട് അവിടെ ഒട്ടിക്കണം. ബാക്കി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സാറ്റർഡേ ഷീറ്റ് അതൊക്കെ വെച്ചിട്ട് വെള്ളം നനച്ചിട്ട് ഈ ഇവിടുത്തെ ഓസ്കാറില്ലേ അതൊക്കെ എടുത്തിട്ട് ഇവിടെ ഇടുന്നു. ആ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലുക്ക് ശരിക്കും കാണിച്ചു കേട്ടോ. ഇവിടെയാണ് പുതിയ സ്റ്റോക്ക് വാങ്ങുന്നത് മീനുകളിടും. പിന്നെ റെട്ടയിൽ അതൊക്കെ പുതിയത് വരുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ലേ, അത് നിങ്ങൾക്ക് സർപ്രൈസ്. പിന്നെ ഈ മീനുകൾ എടുത്തിട്ട് ഇവിടെ കിട്ടും. ഹലോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നെല്ലാവർക്കും ബൈ.